To find love, you have to first look for it. എന്ന് വെച്ചാൽ അതിലേതിലേക്ക് അന്വേഷിച്ച് എനിക്കൊരു പ്രണയം കിട്ടുവോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് എന്നിട്ട് കുറച്ച് പ്രണയം തരുവോ എന്ന് ചോദിക്കണമെന്നല്ല. ചിലപ്പോഴൊക്കെ എടാ നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ട് ഈ പഞ്ചാര വർത്താനും പാട്ടൊക്കെ നിന്റെ റൂമിൽ പോയത് കേട്ടോളന്ന്. ഒരു ഇലക്ട്രീഷ്യൻ നടക്കണു. എന്റെ പവിയേട്ടാ, നിങ്ങൾ ഇതിനകത്ത് ഈ കമ്പോള നിലവാരവും വയലും വീടും കേട്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കാതെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ നോക്ക്. എടാ അപ്ഡേറ്റ് എത്തണ്ടി. ഒരാവശ്യത്തിന്റെ ടെസ്റ്റർ വേണമെങ്കിൽ നീ എന്റെ മെഷീനും തപ്പൂലോ. നീ ആദ്യം അപ്ഡേറ്റ് ചെയ്യടാ. എന്നെ പൊന്നി ചേട്ടാ, കറണ്ട് ഉണ്ടോ നോക്കാം. എനിക്ക് ചേട്ടന്റെ ടെസ്റ്റ് ഒന്നും വേണ്ട, എന്റെ ഈ ചെറുപറല് മതി. ആരാണ് എന്റെ ഇടയില്? ഹലോ. ആ എന്താ മുണ്ടൂര്? എത്ര കിലോ വേണം? എന്താണ് ഇടിയും മഴയും പ്രളയവും പേമാരിയും വന്ന് ഈ ലോകം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോഴോ ഒരു ഫോൺ. ഹലോ. ഈ മുണ്ടൂരുമേ, ഇവിടെ ഇടിയും മഴയൊന്നും ഇല്ലാട്ടോ. ഞാൻ വേറെ ആളായിട്ട് വേറൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യത്തിൽ അറിയാണ്ട് പറഞ്ഞു പോയതാ. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിച്ച് പറയാട്ടാ. ഓ മുണ്ടൂര്. മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട് ഏതലവലാതെയാണ് അവിടെ കയറി താമസിക്കുന്നത്. എന്താടാ വന്നോടാ, നിന്റെ വായിൽ ചോരയൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്റെ ബ്രഷും എന്റെ സോപ്പുമാണ്, തൊട്ടു പോകരുത്. എന്റെ കുറിപ്പിന് മറുക്കുറിപ്പോ? ആഹാ, നിന്റെ ബ്രഷ് എടുത്ത പല്ലിയേക്കും. അയ്യേ, എന്നാ ക്ലോസറ്റ് കഴിക്കാലോ. അല്ലെങ്കിൽ വേണ്ട, ചെരുപ്പ് കഴിക്കാലോ. എന്റെ നിലവാരം ഇതിനെ അനുവദിക്കുന്നില്ലല്ലോ. ആഹാ, നിന്റെ സോപ്പ് ഞാൻ കാണിച്ചു തരാടാ. എന്റെ ചെട്ടി മാത്രമല്ലടാ, ഈ നാട്ടുകാരുടെ മുഴുവൻ ചെട്ടി സോപ്പുണ്ട് ഞാൻ കഴിക്കും. അലക്കിയ ചെട്ടിയൊക്കെ ഞാൻ വീണ്ടും അലക്കൂടാ. ജെട്ടിത്തോരണം. ഉപയോഗിക്കാത്ത കട്ടിൽ താങ്കളുടേതാണ്. അതിനടിയിലെ പൊടിയും വൃത്തിയാക്കി എടുക്കുക. എനിക്ക് ശ്വാസമുട്ടലുള്ളതാണ്. ഒന്നുമില്ലടാ ബ്രോ, ഒന്നുമില്ലതേ. ഉറക്കത്തിലൊന്ന് താഴെ വീണതാ. നീ പോകരുത്. എന്റെ ചന്തിക്കൊന്നും പറ്റിയിട്ടടാ. നീ പോട്ടാ, എന്റെ ചന്തി അടിച്ചു. എനിക്ക് പൊടി അടിച്ചു വരാൻ സൗകര്യമില്ല. തുമ്മിച്ചാവടാ. പുതിയ ആളാണോ? എന്റെ പേര് മോളമ്മ. എനിക്ക് വല്ല കത്തും ഉണ്ടോ? നോക്കിയിട്ട് പറയാട്ടോ. എനിക്ക് ആഹാരം അയക്കാനുള്ള കത്തൊക്കെ. മോളുടെ പേരെന്തുവാ? ജീന. അതെ, ഇവിടെ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. മനസ്സിലായില്ല. കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടേക്ക് തന്നാ മതി, ഞാൻ കൊടുത്തോളാം. അയ്യോ സോറി ചേട്ടാ, അത് ശരിയാവില്ല. അതെ, കെയർടേക്കർ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അതിന് എന്റെ ജോലി കെയർടേക്കർ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാനിതിവിടെ തന്ന ചേട്ടാ കൊടുക്കുന്നു. എനിക്കെന്താ ഉറപ്പ്? നിങ്ങളെങ്ങാനത് എടുത്താലോ? ഞാൻ 10-15 കൊല്ലമായിട്ട് ഇവിടെ. പിന്നെ എന്റെ ജോലി തടസ്സപ്പെടുത്തിയാ ഞാൻ പരാതി കൊടുക്കും. എന്റെ പൊന്നു കൊച്ചേ, ഞാനായിട്ട് ഒരു തടസ്സപ്പെടുത്തില്ല. കൊച്ചു കൊണ്ട് കൊടുത്തു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ ചെയ്യില്ല. പുറത്തുനിന്ന് ആലോചിച്ച് ചോദിക്കാം. ഞാൻ അവിടെ കേറിയിട്ട് വരാന്ന്. നീ എവിടെങ്കിലും പോയി കയറാ. എന്ത് പറഞ്ഞാലും ചൂടാവുന്ന മനുഷ്യൻ. നിങ്ങളെന്താ വടി ഒഴിഞ്ഞ പോലെ? അല്ല, പോസ്റ്റ്മാൻ പെണ്ണ് അങ്ങോട്ട് കയറി പോയി. പോസ്റ്റ്മാൻ പെണ്ണോ? അങ്ങോട്ട് പോയി. അങ്ങനെ പോകാൻ പാടില്ലെന്ന് അവരോട് പറഞ്ഞില്ലേ? അയ്യോ, അവിടെ പണി തടസ്സപ്പെടുത്തിയാ പരാതി കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞോ? അത് ശരി. എന്നാ പിന്നെ അത് കണ്ടക്ടർ. അതെ, അവള് പരാതി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സർ, എന്താണ് സാർ? താനാണോ പവിത്രൻ?
പവിത്രൻ ഞാനാണ് സാർ. ഒന്ന് സ്റ്റേഷൻ വരെ പറഞ്ഞാലോ? ഇപ്പോഴോ? ഞാനിവിടെ ഡ്യൂട്ടിയിലാണ് സാർ. ഞങ്ങളും ഡ്യൂട്ടിയില്ല, താൻ കയറ്. അല്ല ഇവൻ ഇത് എന്ത് ചെയ്തിട്ടാ? നീയാണോ ക്ലൗണിലെ കെയർടേക്കർ? കെയർ ടേക്കർ മാത്രമല്ല, അവിടുത്തെ നൈറ്റ് ഡ്യൂട്ടി സെക്യൂരിറ്റിയും കൂടി. അതിനാ നിനക്ക് വീടും കൂടിയൊന്നും ഇല്ലേ? അല്ല സാറേ, അത് അസോസിയേഷന്റെ തീരുമാനം. പിന്നെ എനിക്ക് മുന്നേ നിന്ന് സെക്യൂരിറ്റി അവന് ചെറുപ്പത്തിൽ നിന്റെ പെർഫോമൻസ് ആണ് നല്ല വിളിപ്പിച്ചത്. ഇവന്മാരോട്ട് നിനക്ക് എന്താ ഇടപാട്? എനിക്ക് ഇവര് തമ്മിൽ ഇടപാടൊന്നുമില്ല. എന്നിട്ട് ഇവന്മാർ അങ്ങനെയല്ലോ പറഞ്ഞ അല്ലടാ? ഏയ് ഞാനിവരെ അവിടെ ഇവിടെ വന്നിട്ട് അവിടെ വന്നിട്ട് പോകുന്നു. പോകണം. അവിടെ 7Cയില്. എവിടെ ആരാ താമസിക്കുന്നത്? അവിടെ ജെറി സെബാസ്റ്റ്യൻ. അവനെന്താ പരിപാടി? മൂന്നാറില് പ്ലാന്റേഷൻ ആണോ? എന്ത് പ്ലാന്റേഷൻ? അതെനിക്ക് അറിഞ്ഞൂടാ. അവനാളെങ്ങനെ? എനിക്ക് പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. അവനെ നിനക്ക് കണ്ടറിയാവോ? അറിയാം. അവനെ വിളിച്ചേ. സാറേ, എനിക്ക് ഫോട്ടോയിൽ കണ്ടാലേ അറിയുള്ളൂ. എന്നാ നിനക്ക് നേരിട്ട് കണ്ടാ അറിയത്തില്ലേ? നേരിട്ടും അറിയും. ഇവൻ തന്നെയാണോ? ഇത് തന്നെയാണ് സാർ. നീ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന അവന്മാരെ അറിയാമല്ലേ? താൻ പോയിക്കോ, ഞാൻ വിളിപ്പിക്കാം. അവന്റെ ഒരു ഏലക്കാട്. എന്താ സാറേ പ്രശ്നം? കഞ്ചാവ്. എടാ ബ്രോ, എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയടാ തിരിച്ചറിയൽ പരേഡിന്. നമ്മുടെ 7C ഫ്ലാറ്റിലെ ജെറി ഇല്ലേ, അവൻ പ്ലാന്റർ ഒന്നല്ലടാ, ഭയങ്കര ഉടായ്പ്. എങ്ങനെയാണ് ഇക്കാലത്തെ ആൾക്കാരൊക്കെ വിശ്വസിക്കുക? ഇപ്പൊ ഇവിടെ ഒരുത്തം വന്നിട്ടല്ല, അവൻ്റെ ഒന്നും വാങ്ങിച്ച് കഴിച്ചേക്കല്ലേ ഏട്ടാ. ഇതാ ബെസ്റ്റ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ വെള്ളം കുടിച്ചോ. അല്ല സഹോദര, ഈ മുഖം ഒന്ന് കഴുകാൻ സമ്മതിക്കുമോ? മതിടാ, നീ അങ്ങോട്ട് പോയേ. ഇനി ഇവിടെ താമസിക്കുന്നവൻ എന്തൊക്കെ ഏർപ്പാടുണ്ടെന്ന് ആർക്കറിയാം? ഈശ്വര. എന്താടാ? സൂക്ഷിച്ചു നോക്കൂ പോലീസുകാരി. പോലീസുകാരിയല്ലേ, കണ്ടുപിടിക്കല്ലേ? മുടി നിങ്ങളുടെ ഈ ചപ്പറിച്ച നരച്ച മുടിയൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരിയുടെ മുടിയാണിത്. കാശിനോടുള്ള ആർത്തി മാത്രം മനസ്സിൽ കൊണ്ട് നടക്കണം. നിങ്ങൾ അറിയാതെ കാമാർത്തനായ അവൻ അവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ഇനി ഒരു നിമിഷം അവനോട് ജീവിക്കാൻ പാടില്ല. ഇത്രയും വൃത്തികെട്ടവന്റെ കൂടെ ഞാനിവിടെ ജീവിക്കുന്ന പ്രശ്നമല്ല. വേണ്ട, നീ പൊയ്ക്കോ. അയ്യേ, ഇങ്ങനൊരു സ്ത്രീയാ? നിങ്ങൾക്കൂല്ലേ അമ്മയും പെങ്ങന്മാരൊക്കെ? ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ഒരു സ്ത്രീയുടെ മൗത്ത് പോലും നോക്കിയിട്ടില്ല. അതെന്താ? അപ്പൊ ഞാൻ സ്ത്രീയല്ലേ? അങ്ങനത്തെ സ്ത്രീ അല്ല, എങ്ങ്. അത് ശരി. അപ്പൊ ഇത് രണ്ടുപേരുടെ ഒത്തൊട്ടുള്ള പരിപാടിയാണല്ലേ? എന്ത്? അവൻ ഈ എന്റെ മുറിയിലിട്ട് മുടി ചിക്കി പറിച്ചതും രാത്രി എന്റെ കട്ടിലേക്ക് ഞാനകട്ടിലാണ്. ഞാനിങ്ങനോട് വന്നു. ഓഹോ, ഈ ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ടൂടെ? നിനക്കിപ്പോ എന്താ വേണ്ടേ? മുടി അല്ല, സമാധാനം വേണം. അവനിവിടുന്ന് ഇന്ന് തന്നെ ഇറക്കി വിടണം. പറ്റത്തില്ല. അതെന്താ പറ്റാത്തെ? പെണ്ണുങ്ങളാവുമ്പോ മുടി കാണും, അത് പൊഴിയും. പൊഴിഞ്ഞോട്ടെ, പക്ഷെ അത് എന്റെ മുറിയിൽ വന്ന് എന്റെ കട്ടിലിൽ പൊഴിക്കണ്ട. ഇനി വേറെ എന്തൊക്കെ സംഗതികൾ ഉണ്ടായിട്ടെന്ന് ആർക്കറിയാം. കൊറേ സംഗതികളുണ്ട്. എന്താ? അവളുടെ കൊറേ സംഗതികൾ ആ മുറിയിലുണ്ട്. ആരുടെ? ആ മുറിയിൽ താമസിക്കുന്ന അവളുടെ തന്നെ. അവളാ? അവിടെ താമസിക്കുന്നത് ഒരു പെണ്ണാ. എന്താ?